നമ്മൾ അവരെക്കാൾ നന്നായി കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അച്ഛൻ കണ്ട ബഹുമാനം താനെ കിട്ടും. നമ്മുടെ എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു ഈ വീട്ടിലേക്ക് തിരിച്ചു കയറുക എന്നുള്ളത്. നമുക്ക് ഈ വീട്ടിലേക്ക് ഒരിക്കലും കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞവരുടെയൊക്കെ മുമ്പില് നമ്മൾ ജയിച്ചു കാണിച്ചു. ശാലിനിയുടെ കയ്യിൽ നിന്നും തന്നെ നിലവിളക്ക് വാങ്ങണമെന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു. സഞ്ജുവേട്ടൻ എന്റെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ട്. ഏട്ടന് അർഹിക്കുന്ന സ്ഥാനം കിട്ടണമെങ്കിൽ ഈ വീട്ടിലേക്ക് വരണമെന്ന് എനിക്ക് അപ്പം മുതൽ തോന്നിയതാ. അതിനുവേണ്ടി മാത്രമാ ഞാൻ ഈ വീട്ടിലേക്ക് കയറാൻ ആഗ്രഹിച്ചത്. ഞാൻ മാത്രമായിരുന്നെങ്കിൽ എന്റെ വീട്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാന്. എന്നെ കുറിച്ച് ഇത്രയധികം ചിന്തിക്കുന്ന മറ്റൊരാൾ എന്റെ ജീവിതത്തിൽ ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് എനിക്കൊരു ലക്ഷ്യബോധം ഇല്ലാതെ പോയത്. ഇപ്പോ നമ്മുടെ ഈ കുഞ്ഞാണ് എന്റെ ലോകം. അതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത്. ഇവനില്ലാത്ത കുഞ്ഞിനെ ഇങ്ങനെ സ്നേഹിക്കുന്നത് കാണുമ്പോ എനിക്ക് പേടിയാവുന്നുണ്ട്. ഇതെല്ലാം നുണയാണെന്ന് അറിയുമ്പോ ഇവൻ എങ്ങനെയാണോ പ്രതികരിക്കാൻ പോകുന്നത്? അല്ല, നീ എന്താ ആലോചിക്കുന്നേ? ഇനി അങ്ങോട്ടെപ്പോഴും അച്ഛന്റെ നിഴലായി സഞ്ജുവേട്ടൻ കൂടെ വേണം. വെറുതെ കൂടെ നിന്നാ മാത്രം പോരാ, അദ്ദേഹം ചെയ്യുന്ന ജോലികളും സംസാരിക്കുന്ന രീതിയും ഒക്കെ കണ്ടുപഠിക്കണം. അദ്ദേഹത്തെ പോലെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പഠിച്ച ഗോപാൽജിയും സഞ്ജുവേട്ടനെ ബഹുമാനിക്കാൻ തുടങ്ങും. ഇപ്പൊ അച്ഛൻ നമുക്ക് ഈ വീട്ടിലൊരു സ്ഥാനം തന്നിട്ടുണ്ട്. പക്ഷെ അത് എന്നും നിലനിർത്തണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അച്ഛന്റെ പ്രധാന വിനോദം ശാലിനിയും സഞ്ജുവേട്ടനെയും പരസ്പരം മത്സരിപ്പിച്ച് പരമാവധി ജോലി ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാ, നാളെ ശാലിനി കൂടുതൽ മെച്ചപ്പെട്ട് കമ്പനിയിൽ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയ അച്ഛൻ അവളുടെ ഭാഗത്തേക്ക് ചായും. നമുക്ക് മുന്നിൽ നിൽക്കണമെങ്കിൽ വളരെ കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാ. നീ മുന്നിൽ നിന്ന് നയിച്ചാൽ മതി. മോളെ ശാലിനി, മോളിനെ പറയുന്നൊന്ന് കേക്ക്. നീ എന്തായി കാണിക്കുന്നേ? ഞാൻ പോവുക ചാച്ചു. എന്റെ വാക്കിന് ഒരു വിലയില്ലാത്ത ഈ വീട്ടിൽ ഞാൻ എന്തിനാ തുടരുന്നേ? സ്വപ്ന ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേക്കും നീ തോൽവി സമ്മതിച്ചു അല്ലേ? എനിക്കറിയാവുന്ന ശാലിനി ഇതിനോടൊക്കെ പൊരുതി ജയിക്കുന്നത് വരെ വാശിയോടെ പിടിച്ചു നിൽക്കും. അതിന് അവൾ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചപ്പോ തന്നെ ഞാൻ തോറ്റില്ലേ ചാച്ചു? അവൾ ഈ കുടുംബത്തിന്റെ ഭാഗമാകാൻ പോലും സമ്മതിക്കില്ലെന്ന് ഞാൻ കരുതിയിരുന്നു. ആ ആഗ്രഹം പൊളിഞ്ഞു. ഇനി ഈ വീട്ടിൽ നിന്നാലേ അവള് കൊച്ചമ്മ കളിക്കുന്നത് ഞാൻ കാണേണ്ടി വരും. അതിലും ഭേദം ഞാൻ പോകുന്നതാ. നീ എങ്ങോട്ടായി പോകുന്നേ? ബാംഗ്ലൂരിലേക്ക്. എനിക്ക് അവിടെ നല്ല ശമ്പളമുള്ള ജോലി കിട്ടും. വെറുതെ ഈ വീട്ടിൽ കടിച്ചു തൂങ്ങി നിന്ന് അപമാനം സഹിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. മോളെ, ഇപ്പൊ നീ ഈ വീട്ടിൽ നിന്ന് പോയാ സ്വപ്നയ്ക്ക് ഈ വീടിന് മീതെയുള്ള അധികാരം പിടിച്ചെടുക്കുന്നത് കൂടുതൽ എളുപ്പമാവും. സഞ്ജു കമ്പനിയിലും സ്വപ്ന ഈ വീട്ടിൽ സ്ഥാനം ഉറപ്പിക്കും. അവർ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. അച്ഛൻ അവർക്ക് എല്ലാ അധികാരങ്ങളും കൊടുക്കുന്ന സ്ഥിതിക്ക് ഇനി അവരെ ചോദ്യം ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. സഞ്ജുവിനെ പറ്റിച്ചതുപോലെ ഗോപാലേട്ടനെയും അവള് പറ്റിക്കും. പക്ഷേ നിന്റെ ബുദ്ധിയൊന്നും അവക്കില്ല. ഈ കുടുംബത്തെയും കമ്പനിയെയും അവള് തറ പറ്റിക്കും. നല്ല കാര്യം. സ്വപ്നയും വിശ്വസിച്ചതിന് അങ്ങനെ തന്നെ വേണം. നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ കമ്പനിയെ പറ്റിയാ നീ സംസാരിക്കുന്നത്. അത് നിന്റെയും നിന്റെ കുഞ്ഞുങ്ങളുടെയും ഒക്കെ സ്വത്താ. അവർക്ക് അർഹതപ്പെട്ടത് സ്വപ്ന തട്ടിയെടുക്കുന്ന കണ്ടിട്ട് വെറുതെ നോക്കി നിൽക്കാനാണോ നിന്റെ പരിപാടി? ഏതെങ്കിലും നാട്ടിൽ പോയി കണ്ട സായിപ്പുമാർക്ക് അടിമപ്പണി ചെയ്ത് കാശുണ്ടാക്കുന്നതിലും ഭേദമല്ലേ സ്വന്തം നാട്ടില് സ്വന്തം കമ്പനിയിൽ ജോലി ചെയ്യുന്നത്? നീ ഈ വീട്ടിലെ പടി ഇറങ്ങിയ ഇനി തിരിച്ചു വരുന്നത് ഒരു അതിഥിയായിട്ട് മാത്രമായിരിക്കും. അങ്ങനെ എന്നെ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി ആരും ഇവിടെ ഭരിക്കാന്ന് കരുതണ്ട. അതാണ് സ്വപ്നയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി പെരുവഴിയിൽ എത്തിക്കണമെന്നാ എന്റെ ആഗ്രഹം. അത് നിന്നെ കൊണ്ട് സാധിക്കും. അതിന് നിന്റെ കൂടെ എന്താവശ്യത്തിനും ഞാൻ ഒപ്പം ഉണ്ടാവും. എന്തായിടൂ, എല്ലാം ഓക്കെ അല്ലേ? എന്തെങ്ങനെ പറയണമെന്നൊക്കെ മോളെ പബ്ലിക് പ്രോസിക്യൂട്ടർ പഠിപ്പിച്ചിട്ടുണ്ട്. ഗിരി എന്തായാലും അകത്തു പോകും. അത് മതി.
അവൻ വരുന്നുണ്ട്. താനൊന്ന് മാറിയൊന്നു. നമ്മൾ ഒരുമിച്ച് കാണണ്ട. ശരി. സാറേ, എനിക്കെൻ്റെ കക്ഷിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ വക്കീലെ. വേഗം വേണം. എടാ, നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അവള് കോടതിയിൽ മൊഴി കൊടുക്കട്ടെ. സംഭവം എപ്പോ എവിടെ വെച്ച് നടന്നു എന്ന് പറയുന്നത് വെച്ച് നമുക്ക് പ്രീതി പറയുന്നത് നുണയാണെന്ന് തെളിയിക്കാൻ പറ്റും. അവൾ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് നീ മറ്റൊരു സ്ഥലത്തായിരുന്നു എന്ന് നമ്മൾ തെളിയിച്ചാൽ മാത്രം മതി. എന്തൊക്കെ പറഞ്ഞാലും കോടതി മുൻതൂക്കം കൊടുക്ക ഒരു സ്ത്രീയുടെ മൊഴിക്കല്ലേ. നീ നിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചാൽ മതി. കേസ് തോറ്റാലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. എന്താ ഗിരിയേട്ട ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നേ? നമ്മൾ ഈ കേസ് ജയിക്കും. മഹിമ, ഞാൻ കോടതിയിലേക്കാന്ന് പറഞ്ഞപ്പോൾ അവളും കൂടെ വന്നു. ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ഗിരിയേട്ട, നീ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒന്നുമില്ലെങ്കിലും നീ നമ്മുടെ കുടുംബത്തിന്റെ കൂടെയാ നിൽക്കുന്നതെന്ന് കാണിച്ചല്ലോ. ശരിയാ, ഞാൻ നിൽക്കുന്നത് എന്റെ കുടുംബത്തിന്റെ കൂടെയാ. എന്റെ ഭർത്താവാ ഈ കേസ് ഏറ്റെടുത്തത്. വക്കീൽ ഈ കേസ് തോൽക്കരുതെന്ന ആഗ്രഹം എനിക്കുണ്ട്. വക്കീലിന് ധൈര്യം കൊടുക്കാൻ മാത്രമാ ഞാൻ വന്നത്. കഷ്ടകാലത്തിന് കക്ഷി ഗിരിയേട്ടനായിപ്പോയി, അത്രേ ഉള്ളൂ. ഞാനിവിടെ വന്നതുകൊണ്ട് പഴയതെല്ലാം ഞാൻ മറന്നു എന്ന് കരുതണ്ട. മഞ്ജു, മഹിമ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിലായി. ഞാൻ ജയിലിൽ പോകുന്നത് കാണാനായിരിക്കും അവൾക്ക് താല്പര്യം. അതിനവളെ കുറ്റം പറയാനും പറ്റില്ല. മോനെ ഗിരി, ഗോപാൽജി, മോനെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ കൂടെ ഉണ്ട്. വക്കീലെ, കേസൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഇവനോട് കേസ് നടത്താൻ നമ്മുടെ കമ്പനിയിലെ വക്കീലന്മാരെ ആരെങ്കിലും വെക്കാന്ന് പറഞ്ഞതാ. പക്ഷേ സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന അവരെക്കാളും വിശ്വാസം ഇവന് നിന്നെയാ. കാശ് എത്ര കയ്യിലുണ്ടെങ്കിലും വാങ്ങാൻ പറ്റാത്ത ചിലതൊക്കെ ഈ ലോകത്തുണ്ട്. അതിലൊന്നാ വിശ്വാസം. അത് പറഞ്ഞാലൊന്നും മുതലാളിക്ക് മനസ്സിലാവില്ല മോന്ത. അയാളെ വിശ്വസിക്കുന്നവരെയെല്ലാം പറ്റിച്ചു ജീവിക്കുന്ന ആളല്ലേ. മഞ്ജു, സാരമില്ല. കുട്ടിക്കാലം മുതൽ ഇവളുടെ അച്ഛൻ പറഞ്ഞ നുണകൾ കേട്ട് വളർന്നതിന്റെ പ്രശ്നമായത്. അതിന് മഞ്ജുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ പോട്ടെ. തൽക്കാലം നീ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. ഞാനിവിടെ തന്നെ കാണും. മതി, കേസ് വിളിക്കാൻ സമയമായി. വാ. എന്നോട് കളിക്കാൻ നിൽക്കരുതെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞല്ലേ ഗിരി. പക്ഷേ നീ അതൊന്നും വകവച്ചില്ല. ഇപ്പം എന്തായി? നിനക്കൊരിക്കലും പുറത്തു കിടക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുരുക്ക ഞാൻ ഒരുക്കിയിരിക്കുന്നത്. നീ കുറെ കാലം ജയിലിൽ കഴിയേണ്ടി വരും. സ്വന്തം മോളെ ഉപയോഗിച്ച് ഇങ്ങനൊരു നാറിയ കളി കളിക്കാൻ തനിക്ക് നാണമില്ലടോ. ഇതിലും ഭേദം താൻ പോയി ചാവുന്നതാ. ഈ കേസിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ട് വന്നാൽ ഇങ്ങനൊരു നാറിയ കളി കളിച്ചതിന് തനിക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. അതിന് നീ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണ്ടേ? ദേ, താൻ തന്നെ പരാതിക്കാരനും ജഡ്ജി ആവാനും നിൽക്കണ്ട. കോടതി ഒരു തീരുമാനം പറയട്ടെ, എന്നിട്ട് സന്തോഷിച്ചാൽ മതി. നീ പാടാ.